അത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. കെ.സി. വേണുഗോപാൽ പി.വി. അൻവറുമായി കൂടിക്കാഴ്ച നടത്തില്ല എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. കെ.സി. വേണുഗോപാലിനെ കാണാൻ പി.വി. അൻവർ കോഴിക്കോട്ടേക്ക് എത്തിയിരുന്നു. അൻവറുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കൂടുതൽ ഇടപെടാനാകില്ല, ഇല്ലെങ്കിൽ ഇടപെടാനില്ല എന്നുള്ള പ്രതികരണമായിരുന്നു കെ.സി. വേണുഗോപാൽ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും ആ കൂടിക്കാഴ്ച ഇന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കെ.സി. വേണുഗോപാലിന്റെ വാക്കുകളിലേക്ക്. ഒരു കൂടിക്കാഴ്ച ആരും തീരുമാനിച്ചിട്ടില്ല, എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല. നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഓരോ വാർത്തകൾ ഉണ്ടാക്കുന്നു പറയുന്നുള്ളൂ. ഞാൻ പറയേണ്ട കാര്യം ഉച്ചക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതൊക്കെ ഇവിടെ കൊള്ളാവുന്ന നേതൃത്വം ഉണ്ടെന്നേ. ഇവിടെ നല്ല നേതൃത്വം ഉണ്ടല്ലോ. മാത്രമല്ല അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിനപ്പുറത്തൊന്നും പറയാനില്ല. കാര്യങ്ങൾ നിങ്ങൾ ഈ വിഷയം, നിങ്ങൾക്ക് ഒരുപാട് വിഷയമുണ്ടല്ലോ, അതൊന്നും നിങ്ങൾ പറയാതെ പറയുന്നല്ലേ, പറഞ്ഞതാണ്. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, ആ കൂടിക്കാഴ്ച ഇന്നില്ല എന്നാണോ, എന്താണ് ഇടപെടാനില്ല എന്ന് കെ.സി. പറയുന്നതിലെ അർത്ഥം? അതായത് പി.വി. അൻവർ വിഷയത്തിൽ ഇടപെടാൻ AICC നേതൃത്വം കെ.സി. വേണുഗോപാലോ തയ്യാറല്ല എന്ന് വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ന് ഒരു വൈകിട്ട് കൂടിക്കാഴ്ച ഉണ്ടാവും, ഗസ്റ്റ് ഹൗസിൽ വെച്ച് കെ.സി. വേണുഗോപാലുമായി കൂടിക്കാഴ്ച ഉണ്ടാവും എന്ന് കരുതിയാണ് പി.വി. അൻവർ കോഴിക്കോട് എത്തുകയും ചെയ്തിരുന്നു. അതേസമയം പി.വി. അൻവറുമായി കൂടിക്കാഴ്ച നടത്താൻ കെ.സി. വേണുഗോപാൽ തയ്യാറായില്ല. മാത്രമല്ല, മാധ്യമങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് അത്തരമൊരു കൂടിക്കാഴ്ചയൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നും എല്ലാം നിങ്ങളുടെ മാധ്യമ സൃഷ്ടിയാണെന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, കേരളത്തിൽ എല്ലാത്തിനും പ്രാപ്തമായൊരു നേതൃത്വം ഉണ്ടല്ലോ എന്നുകൂടി പറഞ്ഞു വെക്കുന്നതുകൂടി പി.വി. അൻവറിന്റെ കാര്യം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, കേരളത്തിലെ UDF നേതൃത്വം തന്നെ പരിഹരിക്കും, ആ കാര്യത്തിൽ താൻ ഇടപെടാനില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറയുകയാണ്. അതായത് ഉച്ചയ്ക്ക് അദ്ദേഹം ഒരുപക്ഷെ പി.വി. അൻവറെ ഫേവർ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അത് സംസാരിക്കട്ടെ എന്ന രീതിയിൽ തന്നെ പറയുന്നു. പറഞ്ഞാൽ അക്കാര്യത്തിൽ ഇടപെടുമെന്നുള്ള സൂചനകൾ നൽകിയിരുന്നു. അതേസമയം കേരളത്തിലെ UDF നേതാക്കൾ എടുത്ത ഒരു തീരുമാനം, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എടുത്ത ഒരു തീരുമാനം, അതിനപ്പുറത്തേക്ക് ഇടപെട്ടുകൊണ്ട് ഒരു കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിനകത്ത് ഒരു ഭിന്നത ഉണ്ടാക്കുവാനോ അത്തരം ഒരു പ്രശ്നം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിലേക്കോ കെ.സി. വേണുഗോപാൽ പോയില്ല എന്ന് മാത്രമേ വളരെ വ്യക്തമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ അത്തരം കൂടിക്കാഴ്ച തന്നെ തീരുമാനിച്ചിരുന്നില്ല. കേരളത്തിൽ എല്ലാത്തിനും പറ്റുന്ന ഒരു നേതൃത്വം ഉണ്ടല്ലോ, കൊള്ളാവുന്ന ഒരു നേതൃത്വം ഉണ്ടല്ലോ എന്ന് പറഞ്ഞതിലൂടെ ശരിക്കും വീണ്ടും കോർട്ട് അല്ലെങ്കിൽ പി.വി. അൻവറിന് മുന്നിൽ വാതിലുകൾ അടയുന്നൊരു സാഹചര്യമുണ്ട്. കാരണം എല്ലാ പ്രതീക്ഷയും കെ.സിയിലാണ് എന്ന് പറഞ്ഞ പി.വി. അൻവർ ഇനി ആരിൽ പ്രതീക്ഷ അർപ്പിക്കും എന്നൊരു പ്രശ്നമുണ്ട്. മാത്രമല്ല, സംസ്ഥാന നേതൃത്വത്തെ അടക്കം, അതായത് പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും പറഞ്ഞ നിലപാടിനപ്പുറത്തേക്ക് പോയ പി.വി. അൻവറിന് ഇനി എന്തായിരിക്കും വഴി എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പി.വി. അൻവറിന്റെ പ്രതികരണം അതിനുശേഷം നമുക്ക് ലഭ്യമായിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് രാത്രിയോ നാളെയായിട്ട് ഈ കാര്യത്തിൽ, കാരണം കെ.സി. കൂടി കൈവിട്ട സാഹചര്യത്തിൽ അത് ഇന്ന് കണ്ടില്ല എന്ന് മാത്രമല്ല, ഇനി അത്തരമൊരു കൂടിക്കാഴ്ചയോ അൻവർ വിഷയത്തിൽ താനോ AICC ഇടപെടാനില്ല എന്ന് വളരെ വസ്തുനിഷ്ഠമായി പറഞ്ഞൊരു കാര്യത്തിൽ സ്വാഭാവികമായും ഇനി പി.വി. അൻവറിന്റെ മുന്നിൽ എന്താണ് വഴി എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഒന്നുകിൽ നേരത്തെ പറഞ്ഞതുപോലെ UDF കേരളത്തിൽ തീരുമാനിച്ചതുപോലെ അസോസിയേറ്റ് മെമ്പർ ഉൾപ്പെടെയുള്ള ആ നിലപാടിലേക്ക് അവരെത്തുക, അല്ലെങ്കിൽ സ്വതന്ത്രമായ ഒരു വഴിയിലേക്ക് പോവുക എന്നുള്ളൊരു വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് ശരിക്കും പി.വി. അൻവർ എത്തിപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും.